എന്നെക്കൊണ്ടാവും വിധം ഞാൻ നോക്കിയല്ലേ. ഞാൻ മാക്സിമം നോക്കിയാണ് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റീറ്റെയിൻ ചെയ്യാനുള്ള നമ്മൾ പ്രതീക്ഷിക്കണത്. ജന്മം നമ്മൾ ഇത് ചെയ്യുന്ന പ്രതീക്ഷിക്കണല്ലോ, വൈൻഡപ്പ് ചെയ്യുന്ന പ്രതീക്ഷിക്കണല്ലോ നമ്മൾ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ വീടിന് ഇഷ്ടംപോലെ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ ജോലി കൊണ്ടാണ് അടയ്ക്കണത്. അവളുടെ ജോലി കാരണം ഒക്കെ അടഞ്ഞു പോകുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നു. ഞാൻ തിരിച്ചു പോയി. നീ ചെടിക്ക് വെള്ളം ഒഴിക്കാറില്ലേ? ഇപ്പോൾ കരിഞ്ഞിരിക്കുകയാണല്ലോ. സമയം മതിയല്ലോ നിങ്ങൾക്ക് അതൊന്നും ഒഴിക്കാൻ. ഞാൻ അവളുടെ കാര്യമാണ് ചോദിച്ചത്. നീ എന്താ എത്ര വൈകിയേ? അച്ഛാ, ഞാനേ നിഷ ഒന്ന് വീട്ടിൽ വരെ ആക്കാൻ പോയതാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛാ, കുറേ നാളായിട്ട് അവളുടെ പുറകെ നടക്കുവാന്ന്. ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു. എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു അടിയൊന്നും കൊടുത്തു. നീയാ? നീ എന്തോ പറഞ്ഞേ? തല്ലിയെന്നോ? നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോരുതെന്ന്. അവൻ ആരാന്ന് നിനക്കറിയോ? ആ കടയിലും കണ്ട് നിൽക്കുന്ന ഒരുത്തനാ. ഒരു ചെമ്പമ്പുണ്ട്. നീ ഒറ്റയ്ക്ക് നടക്കണമെന്നൊരു ഓർമ്മ വേണം. കൊള്ളാം. നിങ്ങളിങ്ങനെ വളം വെച്ചു കൊടുക്കുന്നുണ്ടോ അവളിങ്ങനെ അഹങ്കാരിയായിട്ട് വളരുന്നത്? എവിടെ ചെന്ന് അവസാനിക്കൂ? വിട്ട് കളയടി. നീ അധികം പിടിച്ചോണ്ടിരിക്കല്ലേ. സീത, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിനക്ക് പണ്ട് എന്ത് സ്പിരിറ്റ് ആയിരുന്നു. ഇപ്പം കണ്ടാൽ തോന്നുന്നു നിനക്കാ ജോലി പോയെന്ന്. നീയല്ലേ എനിക്കൊരു സപ്പോർട്ട് തരണ്ടേ. നീ പണ്ട് പറഞ്ഞില്ലേ നിനക്ക് ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്ന്. നമുക്കതൊക്കെ ചെയ്യാം. ഞാൻ സപ്പോർട്ട് ചെയ്യാമല്ലോ നിന്നെ. ഡാൻസ് ക്ലാസ്?
നീ ഇതെവിടെ പോന്നെ? എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. നിനക്കെന്നാ നേരത്തെ പറഞ്ഞൂടെ? ഷേടാ, ഒരു ദിവസമല്ലേ, ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളാം. മതി, അമ്മയുടെ കുക്കിംഗ് വൻ ദുരന്തം കേട്ടോ. അമ്പോ. എന്നാ പിന്നെ നിനക്കങ്ങ് ചെയ്തൂടെ? അയ്യേ, ഈ സീതക്കുട്ടിയുടെ ഒരു തമാശ. ആ അമ്മ, ഇന്നലെ തൻസി ആൻറ്റി വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ ഫോൺ സൈലന്റിലാണോ? ഒന്ന് നോക്കണേ, മറക്കല്ലേ. പോന്നെ അമ്മ. സീത ഇവിടെ പച്ചരി ഇരിക്കില്ലേടി? നീ പുറത്തുനിന്ന് മേടിച്ച മാവാണോ ഇത്? ടേസ്റ്റ് ഇല്ലല്ലോ. നോ, ഇറ്റ്സ് ഗുഡ്. സീത, ദിസ് ഈസ് ടു മച്ച്. ഒന്നും അറിയാത്തോട്ട് പെരുമാറില്ല നീ. മോളുടെ പഠിത്തം കാരണം എവിടെ വയ്ക്കണം? എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിട്ടാണോ? There's a limit for everything, യാർ. നീ വെറുതെ എന്നെ പ്രാന്താക്കരുത്. നീയൊന്നും കഴിക്കണില്ലേ? നമുക്ക് രണ്ടുപേർക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാലോ? മോളെത്തുമ്പോഴത്തേക്ക് തിരിച്ചെത്താം. എനിക്ക് ഓഫീസിൽ പോകണം, പിന്നെ ആവട്ടെ. തൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആകെ ഒരു സമാധാനം. ആ റോയിജ, ഹോ, താങ്ക് യു വെരി മച്ച് യാർ. താങ്ക് യു. എന്തേലും ജോലി കിട്ടിയാൽ മതി എന്നായിരുന്നു. ആ ആ സെയിം ഓഫീസല്ലേ? റോയിജിൻ്റെ സെയിം ഓഫീസല്ലേ? ആ ഓ, വൈ നോട്ട്? വി മീറ്റ് ഇൻ ദി ആഫ്റ്റർനൂൺ. നോ ഇഷ്യൂസ്. കുഴപ്പമില്ല. അതെ. ആ ഓക്കെ, നമുക്ക് ചെയ്യണം. വിൽ മീറ്റ്. ഹലോ, ആരാണ്? ആര്? സീതയോ? എത്തിയില്ലേ? ആ, വിളിച്ചോളൂ. ഓക്കെ. ഹലോ. ആ സീത, നീ എവിടെ ഉണ്ട്? ആ, ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്, പുറത്താ. ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിളിച്ചോളാം. ആ അതെ. നീ ആരെയായി പേടിക്കുന്നത് സീത? ഡു യു തിങ്ക് ഇറ്റ്സ് സില്ലി? സീത, യു ആർ സെൽഫ് റിലയബിൾ. ബി ബോൾഡ്. ഞാനല്ലോ ആയിരിക്കണം. ഛേ, നിനക്ക് എൻ്റെ സിറ്റുവേഷൻ എന്ത് മനസ്സിലാവും. സിറ്റുവേഷൻ? Ma'am, anything No. else?
ഓ പ്ലീസ് വെയിറ്റ്. ഓക്കെ മാം. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്കൊന്നും വേണ്ട. ആ മെനു ഒന്ന് തരൂ. ഓക്കെ. നീ ടെൻഷൻ ആവണ്ട. Can I talk to my husband? നോ, വേണ്ട. Why not? Luckily പുള്ളി ഇപ്പോൾ ഇവിടുത്തെ ഇൻസ്പെക്ടർ. താങ്ക് യു. Trust me, he can handle it confidentially. നോ. Sita, this is serious. If you don't react to this, I'm going to do something about it. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിലാണ്. ഹലോ സീത, വാട്ട് എ സർപ്രൈസ്. ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞ് ഓഫീസിലോട്ട് പോയെന്ന്. പക്ഷെ ഓഫീസിലും കണ്ടിട്ടില്ല. ഓഫീസിലൊന്നും വരാതെ സാർ എന്തിനാ അത് അന്വേഷിക്കുന്നത്? ഓഫ് ഡേ ആണെങ്കിൽ എന്താ, തനിക്ക് ഇങ്ങോട്ട് വന്നോടെ? സർ, വാട്ട് യു വാണ്ട് ആക്ച്വലി? സീത ഭയങ്കര ഗൗരവത്തിലാണല്ലോ. എന്തുപറ്റി? ഹസ്ബൻഡ് അടുത്തുണ്ടോ? എത്ര കൊളീഗ്സ് എന്നറിയാടോ എൻ്റെ കൂടെ ഡിന്നർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് സർ, അവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടരുത്. ഐ ഹാവ് എ ഫാമിലി. നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ല സർ, പ്ലീസ്. Sita, you're very special to me. Try to understand that. See, I'm giving you special consideration. സർ, എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ സർ. എനിക്ക് ജോലി കളയാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം. തന്റെ ജോലിയുടെ കാര്യമൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് അണ്ടർ മൈ അതോറിറ്റി. എനിക്ക് എപ്പോൾ വേണമെങ്കിലേ എടുത്തു കളയാം. സർ പ്ലീസ് സർ, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് സർ. ലീവ് മീ അലോൺ. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോവാ. ഐ എം ലൂസിങ് ഓൾ മൈ പേഷ്യൻസ്. ഐ എം ലൂസിങ് മൈ ഫാമിലി സർ. ഹസ്ബൻഡ് വീട്ടിലല്ലേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. സർ നോ, നോ സർ. ഹലോ. സീതാലക്ഷ്മി അതെ. ഹസ്ബൻഡ് ഇല്ലേ? ഇല്ല. അകത്തേക്കിരുന്ന് സംസാരിക്കാം. ഹസ്ബൻഡ് വന്നോളും. സീത ഇരിക്കും. സീതയുടെ മോള് സ്മാർട്ടാണെന്ന് തനിസി പറഞ്ഞിട്ടുണ്ട്. ജോൺ. യാ, പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. മോളെ ഇങ്ങ് വിളിച്ച. ഹസ്ബൻഡ് എപ്പോഴാണ് വരിക? ഒന്നും പറഞ്ഞില്ല. എന്താ എന്താടി? അത് രുദ്രയുടെ ഒരു ഫ്രണ്ടിനെ എന്നൊരു ചെക്കൻ വെറുതെ ശല്യപ്പെടുത്തി. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നേരത്തെ ഞങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ അവനെ പൊക്കിയിട്ടുണ്ട്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി ചാടല്ലെന്ന്? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ, അച്ഛനും പറഞ്ഞതല്ലേ. സീത ഇനി ഇതിൻ്റെ പുറത്ത് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം. അല്ല, എന്നാലും അവന്മാരെന്തെങ്കിലും ചെയ്താലോ? അവന്മാരെന്ത് ചെയ്യാനോ? അത് നിനക്ക് എങ്ങനെ അറിയാം? ഒറ്റയ്ക്കാ സ്കൂളിൽ പോകുന്നത്. അതിന് നിനക്കൊരു ഇതില്ല. സീത, അവന്മാരെന്തിനിങ്ങനെ? ഈ ഇഷ്യൂന് ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത്? ഒരു കുടുംബം നടത്തുന്ന സ്ത്രീയല്ലേ സീത? ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സീത ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? ഇതിപ്പോൾ
ഒരയൽവക്കത്തൊരു പ്രശ്നം വരുമ്പോൾ ആരാ പ്രതികരിക്കണ്ടേ? ഇത് ഈ വീട്ടിലാണ് സംഭവിച്ചിരുന്നെങ്കിലും. അതല്ല, പെങ്കൊച്ചല്ലേ. പെൺകുട്ടിയാണെങ്കിൽ എന്താ, ആരും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നില്ല. അതാണ് പ്രശ്നം. എല്ലാവരും അവനവൻ്റെ ഷെല്ലിനകത്ത് കയറിയിരിക്കുക. അങ്ങനെയാണോ വേണ്ടത്? സീതയുടെ മോള് വളരെ ബ്രേവായിട്ടൊരു അറ്റംപ്റ്റാണ് നടത്തിയത് അല്ലേ? അതിന് അവളെ ഡിസ്കറേജ് ചെയ്യായിരുന്നൂടെ? അതല്ലേ വേണ്ടത്? പിന്നല്ലാതെ. അങ്കിളെ, അവൻ ഇനി ഇത് വേറെ ആരോടും കാണിക്കാൻ പാടില്ല. നല്ല ഇടി കൊടുക്കണേ. പിന്നെ അത് ഉറപ്പല്ലേ? അത് മതി. അവനെ ഇന്ന് തന്നെ വിടുവോ? എന്തായാലും നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ, പെട്ടെന്ന് അങ്ങ് വിടാൻ പറ്റുമോ? 2 ദിവസം കൂടെ കിടക്കട്ടെ. അങ്കിളെ, പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വരത്തില്ലേ, അതിന് നമ്മൾ എന്തോ ചെയ്യുന്നത്? ഫേസ്ബുക്കൊക്കെ ഉണ്ടാവും. ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാൻ 18 വയസ്സാവണ്ടേ? ആ അതല്ല, ഫേസ്ബുക്ക് അല്ല, വാട്സാപ്പ്. അത് കുഴപ്പമില്ല, എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഫേസ്ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള മെസ്സേജ് അയക്കുക, കമൻറ്റ്സ് ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ പോലീസിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ സെക്ഷൻസ് 66A 67 തുടങ്ങി കുറേ സെക്ഷൻസ് ഉണ്ട് IT ആക്ട് പ്രകാരം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തും. അപ്പോൾ അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇതും എല്ലാം നമ്മുടെ പോലീസിൻ്റെ പണി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിനെ പേടിക്കുകയല്ല വേണ്ടത്, വളരെ സ്നേഹത്തോടു കൂടി പോലീസ്. ഇനിയിപ്പോൾ താനിപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചാലുണ്ടല്ലോ അമ്മൊക്കെ. എന്താടോ ഒന്നും മിണ്ടാത്തത്? ഹസ്ബൻഡ് എത്തിയ കട്ടാക്കാത്ത സ്ഥിതിക്ക് താൻ കേട്ടോണ്ടിരിക്കാന്ന് എനിക്കറിയാം. അതാ നല്ലത്. താൻ മിണ്ടണ്ട. ഇനിയിപ്പോ പുള്ളിക്ക് എൻ്റെ ഓഫീസിലെ MD ആണ്. ഇന്നലെ ആരോ തൻ്റെ കാര്യം പറഞ്ഞു താനൊരു ഡാൻസറാണ്. അതാ തനിക്ക്. ഞാനൊക്കെ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടല്ലോ, എത്ര കഷ്ടപ്പെട്ടാന്നറിയോ. ഒരു കാര്യം